ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ റവപ്പ്മാവാണ്. അപ്പോൾ റവപ്പ്മാവിന് എല്ലാം അനിയത്തിയായിട്ടോ എല്ലാം റെഡിയാക്കിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയുടെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ കുളിപ്പിച്ചു. അതിനിടയിൽ അവർക്ക് കുറുക്കുണ്ടാക്കി ചെറിയ നേത്ര കുട്ടിക്ക് കുറുക്കുണ്ടാക്കണ്ട കേട്ടോ. ധോനി ബേബിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ അടുക്കളയിൽ ഉച്ചയ്ക്കുള്ളത് അമ്മ അരിയൊക്കെ അടുപ്പത്തിട്ടു, അത് വാർത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു വാരുക, കുട്ടിയെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിച്ചു വാരുകയാണ്. പിന്നെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് മത്തനും പിന്നെ പരിപ്പും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. പരിപ്പ് തേങ്ങ അരച്ച് വെച്ചിട്ട് അനിയത്തി അവിടെ അവരൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവളിത് തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവളാണ് കേട്ടോ കുക്കിങ്. കറി പിന്നെ ക്യാബേജ് തോരനാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു വാരിയാണ്. കുട്ടീനെ കുളിപ്പിച്ച വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത്. അപ്പോൾ അതിൻ്റെ ബാക്കി വെള്ളമൊക്കെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തു. അതൊക്കെ ഒന്ന് എല്ലാം അവിടെ കുട്ടികൾ കുഞ്ഞു കുട്ടികളല്ലേ, അനിയത്തി പിള്ളേരെല്ലാവരും അവർ കളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചപ്പ് കുപ്പ് എല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ കണ്ട നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അവരും. അവരെ ചെറുപ്പത്തിൽ നമുക്ക് തോന്നും അവർ വികൃതി അടിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കേട്ടോ. പക്ഷെ നമ്മൾ ചെറുതാകുമ്പോൾ നമ്മൾ ഓരോ ചെയ്ത കുരുത്തക്കേടൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല തോന്നും കേട്ടോ. അങ്ങനെ അവൾ തേങ്ങ പൊളിക്കുകയാണ് കേട്ടോ. പാരയൊക്കെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൾ പൊളിക്കണത്. അങ്ങനെ മത്തനും പരിപ്പ് കറിയൊക്കെ ആയി കേട്ടോ. പിന്നെ ഇനി തോരൻ വെക്കണം. അപ്പം ഞാനാണ് തോരനൊക്കെ വെച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണമെന്ന് അമർത്താനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ അങ്ങനെ ഉപ്പേരി അടുപ്പത്താവണം കേട്ടോ. കടുക് വറുത്തിട്ടു കേട്ടോ കറിക്കുള്ളത്. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സൊക്കെ ഓഫാണ്. കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ട് എന്താണെന്നറിയില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുട്ടികളെ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ചിട്ടോ. ധോനി ബേബീനെ ആണെന്നുണ്ടെങ്കിലും അവളെ ഉൾപ്പെടുത്തുന്നില്ല. കമൻറ്റ് ബോക്സ് ഓഫായി പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളകൊക്കെ തൂമിക്കുകയാണ്. ഇനി കാബേജ് ഉപ്പേരിയാണല്ലോ വെക്കണത്. പിന്നെ രാജേഷേട്ടനെ ചോറിനാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പം ഇല്ല, ഏട്ടൻ വൈകിട്ട് ഞങ്ങളെ വരാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം റെഡിയാക്കണം. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഡ്രസ്സുകളും പിന്നെ കുട്ടിയുടെ കൺമഷി അത് ഇത് പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ സ്വരുക്കൂട്ടണം. എല്ലാവരും ഉള്ളതല്ലേ. പിന്നെ അവിടെ ഇട്ടിട്ടും ഇവിടെ ഇട്ടിട്ടും നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാം ശ്രദ്ധിച്ച് എല്ലാം എടുത്ത് വെക്കല്ലോ. ഇതിപ്പോൾ ഇവിടെ ആകുമ്പോൾ അവിടെ ഇരിക്കട്ടെ ശരിയാക്കാം അങ്ങനെയാണ് ഇങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം ഇനി അതെല്ലാം റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ, ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അതൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേന് ഇതെല്ലാം റെഡിയാവും വേണമല്ലോ. ചോറും കറിയൊക്കെ റെഡിയായിട്ട് വേണം. ഇനി ചൂട് കാരണം കുട്ടികൾ ഉറങ്ങാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ ഓരോന്നിനും ഇങ്ങനെ വാശി പിടിക്കുക. ചെറിയ നീത്ര മോളും അതെ, എൻ്റെ ധോനി ബേബി അതെ കേട്ടോ. അവർ രണ്ടുപേരും വാശി പിടിക്കുകയാണ്. അപ്പോൾ അവരെ ഒന്ന് ഇടയ്ക്ക് എടുക്കാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ നേരം പോവും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഓരോരോ തിരക്കുകൾ. അപ്പോൾ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അമ്മായിമാരെയും പിന്നെ എല്ലാവരെയും അമ്മേനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യണു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനുപമ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂരുള്ളത്. അപ്പോൾ ചേച്ചി പ്രത്യേകം മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ അവരെ പേരെടുത്ത് പറയണത്. എനിക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ. അപ്പോൾ അമ്മായിമാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ പറയണത് വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അമ്മായിമാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവർ ഒരുപാട് ദിവസമായാലും ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ 10-15 ദിവസം ആവാനായിട്ട് വിഷുവിന് വന്നതാണ്. അപ്പോൾ ഇനി അവിടെ പോകുമ്പോൾ കുറേ ദിവസമായല്ലോ നമ്മളൊക്കെ. ഞാനും തന്നെ അവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇലക്ഷനൊക്കെ കഴിയട്ടെ. എനിക്ക് വോട്ടൊക്കെ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിഷു കഴിഞ്ഞിട്ട് വോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നു. പിന്നെ വോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ അല്ലെങ്കിൽ പിന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണ്ടേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വോട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ വരിക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരോട് വിളിച്ചു പറഞ്ഞത്, ഏട്ടനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ ആയി കേട്ടോ. ക്യാബേജ് തോരനൊക്കെ ആയി, മത്തൻ കറിയായി. പിന്നെ സ്രാവ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ലീവായിരുന്നു. അപ്പോൾ അവൻ സ്രാവ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉണക്കമീൻ. അപ്പോൾ പെട്ടെന്ന് അതും വേഗം നന്നാക്കിയിട്ട് ഞങ്ങൾ വേഗം അതും വറുത്തു കേട്ടോ. അപ്പോൾ കൂട്ടാനും ഉപ്പേരിയും മീൻ വറുത്തതൊക്കെ ആയി. പച്ചമീനൊന്നും മേടിച്ചില്ല കേട്ടോ. പച്ചമീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട്
പണിയാവില്ലേ. പിന്നെ അത് മസാല കൂട്ടാനും എല്ലാം കൂടി ആകുമ്പോൾ ഞങ്ങൾക്കപ്പോൾ തിരക്കാവും. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ചിലപ്പോൾ നേരം പോയി. ഈ കുട്ടികളെ വെച്ചിട്ടൊക്കെ തന്നെ വേണ്ടേ നമ്മൾ എല്ലാം റെഡിയാക്കാനൊക്കെ. പിന്നെ അമ്മ തുണികൾ അലക്കാനൊക്കെ ചെറിയ കുട്ടിയുള്ളത് കൊണ്ടൊക്കെ നമുക്കിപ്പോൾ അറിയാമല്ലോ, പ്രസവിച്ച് കിടക്കുന്ന വീട്ടിൽ എത്ര പണിയെടുത്താലും ഒരുങ്ങുകയില്ലല്ലോ. പിന്നെ സൗകര്യങ്ങളൊക്കെ കുറവാകുമ്പോൾ പറയും വേണ്ട, വെള്ളവും കുറവാണ്. അപ്പോൾ അമ്മയ്ക്ക് അലക്കാനൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഞങ്ങളുള്ളതുകൊണ്ടൊക്കെ കുറേശ്ശൊക്കെ അലക്കി കൊടുക്കും, അങ്ങനെയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും. അടുക്കളയിലൊക്കെ അങ്ങനെ ഒരാൾ നിൽക്കുകൊണ്ട് അങ്ങനെ സഹായമാവും. പിന്നെ കുട്ടിയെ കുളിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഓരോ സഹായമാവും കേട്ടോ അമ്മയ്ക്ക്. അല്ലെങ്കിൽ അമ്മ ഇതെല്ലാം അമ്മ തനിച്ച് ചെയ്യണ്ടേ. തുണി അലക്കണം, അവൾക്കുള്ള സമയത്തിന് ഭക്ഷണം റെഡിയാക്കി കൊടുക്കണം, പിന്നെ കുട്ടിയെ കുളിപ്പിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. അമ്മയ്ക്ക് ഇപ്പോൾ ഇത്രയും പ്രായമായല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളും, പിന്നെ അമ്മ അങ്ങനെ ഓരോ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് എല്ലാത്തിനും കൂടി സാധിക്കുന്നില്ല ഒറ്റയ്ക്ക്. ഞങ്ങളൊക്കെ വരുമ്പോൾ ഒരു സഹായം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ വീണ്ടും ഇനിയിപ്പോൾ 90 ആകുമ്പോഴത്തേനും അനിയത്തി പോവും. അതുവരെ ഒരു ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് മത്തൻ്റെ വള്ളിയൊക്കെ വലിയ അനിയത്തിൻ്റെ മോനെ തന്നെ തുണ്ടൊന്നും ഉണ്ടാക്കിയിരുന്നു. മത്തനൊക്കെ ചോട്ട് കിടക്കണം കേട്ടോ. അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ മത്തൻ വെക്കുന്നത് കണ്ടതല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.